നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനത്താവളങ്ങളിലൂടെ ദിനംപ്രതി സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്നത് പച്ചയായ ഒരു സത്യമാണ്. ഇതിൽ ചിലത് മാത്രം പിടിക്കപ്പെടുന്നു എന്നുള്ളത് വേറൊരു സത്യവും. ഇനി ഇത് നിഷേധിക്കുന്നവർ വാർത്തകൾ പരിശോധിച്ചാൽ പിന്നെ കമാന്നൊരക്ഷരം മിണ്ടില്ല. അത്രത്തോളമുണ്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ. ലക്ഷങ്ങൾ മുതൽ കോടിക്കണക്കിന് രൂപ വരെയുള്ള സ്വർണ്ണക്കടത്താണ് ഇതിൽ മെയിനായി നടക്കുന്നത്. ഇത് ഒളിച്ചു കടത്തുന്നവരോ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ. സ്വർണം പല രൂപത്തിലാണ് ഇത്തരക്കാർ ഒളിപ്പിച്ച് കടത്തുന്നത്. ഇതിനായി കടത്തുകാർ അഥവാ ക്യാരിയേഴ്സ് തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ കേട്ടാൽ തലയിൽ നമ്മൾ കൈവച്ചു പോകും. സാധാരണ സ്വർണമാണ് ഇത്തരത്തിൽ കടത്തിനായി ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ വാർത്തകളിൽ കാണാറുള്ളത്. എന്നാൽ അതിനെ വെല്ലുന്ന തരത്തിൽ ഇവിടെ കടത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് കോടികളുടെ വജ്രങ്ങളാണ്. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 1.06 കോടി രൂപ വിലമതിക്കുന്ന വജ്രങ്ങളാണ് പിടിച്ചെടുത്തത്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് 304.629 ക്യാരറ്റ് വജ്രങ്ങൾ കണ്ടെടുത്തത്. മുംബൈ സ്വദേശിയാണ് ഇത്തരത്തിൽ വജ്രങ്ങൾ കടത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വജ്രങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് ദുബായിലേക്ക് കടത്തുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടിയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. DRI ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 16 ചെറിയ പ്ലാസ്റ്റിക് ബാഗുകളിൽ പൊതിഞ്ഞ് ലഗേജിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു വജ്രങ്ങൾ കണ്ടെത്തിയത്. അന്വേഷണത്തിൽ പ്രതി ഒരു വജ്ര വ്യാപാരിയുടെ കള്ളക്കടത്ത് തൊഴിലാളിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിൽ നടന്ന ചെക്കിങ്ങിനിടെ പ്രതിയുടെ പക്കലുണ്ടായിരുന്ന വജ്രങ്ങളുടെയും വിദേശ പണത്തിന്റെയും കണക്ക് വ്യക്തമായി ഉദ്യോഗസ്ഥരെ ബോധിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ സംശയം തോന്നിയ എയർപോർട്ട് ജീവനക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന വജ്രങ്ങളുടെ മൂല്യം നിർണ്ണയിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ച് വിലയിരുത്തുകയായിരുന്നുവെന്ന് DRI അറിയിച്ചു. ഇന്ത്യക്ക് പുറത്ത് പ്രതി നേരത്തെയും കള്ളക്കടത്ത് നടത്തിയതായി സമ്മതിച്ചിട്ടുണ്ട്. ഇതേ ആവശ്യത്തിനായി ദുബായ് ആസ്ഥാനമായുള്ള മറ്റൊരു വജ്ര വിൽപ്പനക്കാരൻ തനിക്ക് കമ്മീഷൻ നൽകിയിട്ടുണ്ട് എന്നും പ്രതി വെളിപ്പെടുത്തിയതായും DRI കൂട്ടിച്ചേർത്തു. എന്തായാലും സ്വർണ്ണക്കടത്തും വജ്രക്കടത്തും ഡോളർ കടത്തും ഒക്കെ തകൃതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ ചിലർ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് മുൻപ് നടത്തിയിരുന്ന കാര്യങ്ങൾ പോലും ഉദ്യോഗസ്ഥർ അറിയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.